ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. വ്യത്യസ്തനായ ഒരു അധ്യാപകൻ കഥ തുടരുന്നു. ശിവരാമൻ അടുത്ത ഇടയെ വിപുലമായി ചർച്ച ചെയ്യപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒന്ന് അവലോകനം ചെയ്യുന്നതിനാണ് ശ്രമിക്കുന്നത്. ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന ഒരു പ്രക്രിയ എല്ലാവർക്കും സുപരിചിതമാണ്. മനുഷ്യ ശരീരത്തിലെ ശ്വാസോച്ഛ്വാസ തടസ്സം സംഭവിക്കുമ്പോൾ അതിന് യന്ത്രം ഉപയോഗിച്ച് ഒരു സഹായം നൽകുന്ന രീതിയാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മനുഷ്യബുദ്ധി പ്രവർത്തനരഹിതമാകുന്ന സമയത്ത് അതിന് തത്തുല്യമായ യന്ത്രവൽകൃത സംവിധാനമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പ്രക്രിയ കണ്ടുപിടിച്ചത് ശാസ്ത്രജ്ഞന്മാരുടെ ഒരു കഴിവായിട്ടാണ് പറയപ്പെടുന്നത്. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും പിന്നിൽ മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനമാണ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അങ്ങനെയുള്ളതായിട്ടുള്ള മനുഷ്യബുദ്ധിയുടെ പ്രവർത്തന ഫലമായി കണ്ടുപിടിക്കപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മനുഷ്യർക്ക് എതിരായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള വിപത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. മനുഷ്യബുദ്ധി ഈ സ്വാഭാവിക ബുദ്ധി എന്നാണ് പറയുന്നത്. മനുഷ്യബുദ്ധിയുടെ കഴിവ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആണ്. പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണെന്ന് ശിവരാമൻ അടിവരയിട്ട് പറയുന്നു. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മനുഷ്യർക്ക് എതിരെ തിരിയുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള വിപത്തുകളാണ് ഇത് നമ്മൾ സമൂഹത്തിൽ കണ്ടു വരുന്നത്. We cannot stop the development of technology, but we will have to adjust ourselves so as to cope up with the technology development. ടെക്നോളജിയുടെ വളർച്ചയ്ക്കൊപ്പമാണ് നമ്മൾ വളരേണ്ടത്. ടെക്നോളജിയെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലാണ് മനുഷ്യരെ വളരുന്നതെങ്കിൽ അത് സമൂഹ നാശനത്തിന് തന്നെ വഴിവെക്കുന്നത് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പ്രക്രിയ എല്ലാ മേഖലയിലും ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നാളെ മനുഷ്യ സമൂഹത്തിൻ്റെ ആവശ്യം ഇല്ലാത്ത ഒരു അവസ്ഥ വരികയും അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും മനുഷ്യ സമൂഹത്തിൻ്റെ നാശനമാണ് സംഭവിക്കുക. ആയതിനാൽ പല മേഖലകളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുകയും പല മേഖലകളിലും സ്വാഭാവിക ഇൻ്റലിജൻസ്
അതായത് നാച്ചുറൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഈ സമൂഹത്ത് കാണുന്നതായിട്ടുള്ള എല്ലാ വിപത്തുകളും ഇനിയും 10 മടങ്ങായി വർദ്ധിച്ച് നമുക്ക് അത് ദോഷകരമായി പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു സിനിമയിൽ കാണിച്ച ഒരു ഭാഗമാണ് ഞാൻ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശിവരാമൻ പറഞ്ഞു. അതായത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ഒരു സിനിമയിൽ മനുഷ്യനെ സഹായിക്കാനായി ഒരു റോബോട്ട് കൊണ്ടുവരികയും ആദ്യകാലങ്ങളിൽ അത് മനുഷ്യന് സഹായകമായി തീരുകയും ചെയ്യും. എന്നാൽ അല്പം കഴിയുമ്പോൾ ആ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ മനുഷ്യർക്ക് എതിരെ തിരിയുന്ന രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിനിമയാണ് അത്. അങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മനുഷ്യർ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതിനും സമൂഹത്തെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകുന്നതിനും സാധിക്കും. എന്നാൽ അതിനെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മനുഷ്യ നാശനത്തിലേക്ക് എത്തിക്കും. ഇത് എല്ലാ സമൂഹ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആണ്. ആയതിനാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ മനുഷ്യനിർമ്മിതമായ ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മനുഷ്യന് ദോഷം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള സംവിധാനമാണ് കൊണ്ടുവരേണ്ടത് എന്ന് ശിവരാമൻ സമൂഹത്തോട് വ്യക്തതയോടുകൂടി ഊന്നി പറയുകയാണ് ചെയ്യുന്നത്. തുടരും.